സോ എൻ്റെ GTA 5 ഗെയിം പ്ലേ ഞാൻ ഒരു യുണീക്ക് രീതിയിലാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, റോൾ പ്ലേ തന്നെയാണ്. സോ മൈക്കിളിനെ ഞാൻ അങ്കമാലി ഡോൺ ആയിട്ടാണ് പറയാൻ പോകുന്നത് ഗെയിം കളിക്കുമ്പോൾ. പിന്നെ ട്രെവറിനെ ആസ് പാലക്കാട് അച്ചാച്ചൻ, പിന്നെ ഫ്രാങ്ക്ലിൻ ഞാൻ തന്നെയായിരിക്കും. സോ ഈ രീതിയിലായിരിക്കും ഞാൻ ഗെയിം പ്ലേ കളിക്കുമ്പോൾ റോൾ പ്ലേ ചെയ്യുന്നത് GTA 5. സോ വെൽക്കം ഗൈസ്, GTA 5 ഒരു പുതിയ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലമാർ എൻ്റെ ഹെയർ സ്റ്റൈൽ പോരാന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ നോക്കൂ ഗൈസ്, ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ടുണ്ട്. സോ ഹെയർ സ്റ്റൈൽ കൊള്ളാമോ ഇല്ലയോ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇപ്പം റിയൽ ലൈഫിൽ ഞാൻ മുടി വെട്ടി. ഇനി ഗെയിമിൽ ആദ്യം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഗെയിമിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ മുടി വെട്ടുന്നു, അതിനുശേഷം സൈമണിൻ്റെ അടുത്ത് പോകണം. വല്ല പണി ഉണ്ടോ നോക്കട്ടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. സോ ഗൈസ്, ഞാൻ ആദ്യം എൻ്റെ റൂം ടൂർ ഒന്ന് കാണിക്കാം, എൻ്റെ വീടൊന്ന് മൊത്തത്തിൽ കാണിക്കാം. സോ ഇത് ഐ തിങ്ക് എൻ്റെ റൂമിൽ ഏതോ ഒരു ആൻറ്റി ഉണ്ട്, പുള്ളിക്കാരിയുടെ വീടാന്ന് തോന്നുന്നു. പോണ അയ്യോ വേണ്ട ലെക്ചർ വേണ്ട, നിന്റെ ഒന്ന് ലെക്ചർ ആയിക്കാൻ എനിക്ക് സമയം റെഡി. സോ ടി വി ഇപ്പോൾ കാണണോ? ടി വി വേറെ ദിവസം കാണാം, ഇപ്പൊ വേണ്ട. അയ്യോ പുള്ളിക്കാരി ചെറോടൊന്നും എന്റെ റൂം കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചല്ലേ. ഇത് കുളിമുറി വളരെ കൺജസ്റ്റഡാ. ഈ സൈമണിന്റെ അടുത്ത് പണി ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് അത്യാവശ്യം പൈസ കിട്ടുള്ള ഗൈസ്. പുള്ളിക്കാരൻ എച്ചിയാ, തനി എച്ചി. പിന്നെ ഇത് സ്റ്റോർ റൂം, എൻ്റെ വീട്ടിലെ കിച്ചൺ. ഒരു ബിയർ അടിക്കാം. ലൈഫിൽ സന്തോഷമില്ല, കണ്ടില്ലേ വീട് കണ്ടില്ലേ, പോരാ. സൈമണിന്റെ അടുത്തുനിന്ന് പണി മാറ്റണം, വേറെ ആരെങ്കിലും അടുത്ത് പണി ചെയ്യാൻ പോകണം. ഒരു ബിയറും കൂടി അടിക്കാം, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാവേ. ഒരെണ്ണം കൂടി അടിക്കാം, ഇന്ന് സങ്കടം കുറച്ച് കൂടുതലാണ്. ഒരു ബിയർ കൂടി അടിക്കാൻ പോകാം ഗൈസ്, ഒരെണ്ണം കൂടി. ഇത് ഫൈനൽ. അയ്യോ 3 ബിയർ അടിക്കണ്ടായിരുന്നു, കുറെ നാളായി ബിയർ അടിച്ചിട്ട്, അതാ. അയ്യോ പറ്റായി ഗൈസ്, പറ്റായി. അമ്മേ തലറങ്ങണു ഗൈസ്, തലറങ്ങണു. അയ്യോ മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ പറ്റുകയാണ്, എന്നാലും ഞാൻ കാർ എടുപ്പിക്കാണ്ട് പരമാവധി പോവാൻ നോക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യം മുടി വെട്ടാനാണ് പോണേ. സോ മാപ്പില് മുടി വെട്ടുന്ന സ്ഥലം എവിടെയാ നോക്കട്ടെ. ഓക്കെ, അത്യാവശ്യം നല്ല ദൂരമുണ്ട്, മിക്കവാറും കാർ ഇടിക്കുമെന്ന് തോന്നാം. കാരണം പറ്റാ ഗൈസ്, പറ്റി ഇറങ്ങിയിട്ടില്ല. സൈമൺ വിളിക്കണ്ടല്ലോ, ആ പുള്ളിയുടെ കോള് പിന്നെ എടുക്കാം. ഇയാള് 5 minutes later. ഇയാളെയും കൊണ്ട് ചെല്ലുകയല്ല, Much later. ഇയാളെയും കൊണ്ട് തോറ്റു. പാതിരാത്രി കളിക്കുന്ന എനിക്ക് വയ്യ കൈസ്, എനിക്ക് ഇപ്പൊ പണിയെടുക്കാൻ വയ്യ. Much later. പുള്ളിനെ കൊണ്ട് ഞാൻ തോറ്റു. വേഗം മുടി വെട്ടിട്ട് വേണം സൈമന്റെ കോൾ എടുക്കാൻ. 15 minutes later. ഇവന്റെ കോൾ എടുക്കാം. ഇവനെന്താ Franklin, Hey, what's going down? പറ. the market, my boy. Liquidity is a bitch. Get over here so I can give you the new ആ repo list. ശരി All right, ശരി, dog. I'll be പോ around when I വെച്ചിട്ട് get a chance. പോ. ഈ പാതിരാത്രിക്ക് അവൻ അവിടെ വന്ന പണി തരാന്ന് പറയാ. സോ നമ്മൾ ബാർബർ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മളപ്പോ ഗെയിമില് എന്റെ മുടി വെട്ടാൻ പോവാണ്. ആ പെണ്ണ് കൊള്ളാം, അവള് മുടി വെട്ടി തന്നെങ്കിലേ. You look ready for a makeover. ഇവൻ കുണ്ടനാന്ന് എനിക്ക് തോന്നുന്നിട്ടാ, പേടിയായിട്ട് പാടില്ല. കണ്ട തനി കുണ്ട. ഇരിക്ക, ആളുടെ കാര്യമില്ലോ, അയാൾക്ക് സ്കില്ലുണ്ടായാൽ മതിയില്ലേ. നോക്കട്ടെ അയാൾക്ക് ഏതൊക്കെ ഹെയർ സ്റ്റൈൽ ഉണ്ടെന്ന് നോക്കട്ടെ. ഹെയർ സ്റ്റൈല് ഇതെന്ത്, ഈ എന്നെ ലോലനാക്കാനാണോ ഇപ്പൊ നോക്കണേ? വേറെ നോക്കാം. അയ്യേ ഇത് 3 കിങ്സിലെ മറ്റേ ഇവനെ പോലെ ഉണ്ട്, ജയസൂര്യനെ കൂട്ടുണ്ട്. ഇവന് ഈ വാളിക്കട്ടൊക്കെ മാത്രമേ ഉള്ളൂ മുടി വെട്ടാൻ. ഇതൊന്നും തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊക്കെയാണോ നിന്റെ ഹെയർ സ്റ്റൈല്? ബിസിനസ് ഓൺ ടോപ്പ്.
ഇതെന്താ ഗൈസ് പൊട്ട ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന് മുട്ടയടിക്കുന്ന വേഗം തോന്നുന്നു. വേണ്ട എന്നെ മുടിയൊന്നും കളയണം. ബിയേഡ് നോക്കട്ടെ ആദ്യം. കൊള്ളാം. You are such a pleasure to work for. I could do you all day. താടി കൊള്ളാം. ഇനി മുടി ഞാൻ മുട്ടയടിക്കേണ്ടി വരും ഗൈസ്. അതേ നടക്കത്തുള്ളൂ. ഇവന് ചുരുക്കം പറഞ്ഞാൽ ഇവന് മുടി വെട്ടാൻ അറിയത്തില്ല. അതന്നെ കാര്യം. തേണ്ടി ബാർബർ ഷോപ്പ് തുറന്ന് നടക്കുക. മുട്ടയടിക്കാണ് ഗൈസ്. പ്രേതം സിനിമയിലെ ജയസൂര്യനെ പോലെ ഉണ്ട്. പൊട്ട ലുക്ക് മതി. Bye-bye, beautiful. ഞാൻ പോവാണ്. കണ്ടില്ലേ ഗെയിമിൽ എന്നെ കാണാൻ കൊള്ളില്ല ഗൈസ്. ആ തിണ്ടി കാരണം ഞാൻ മുടി വെട്ടി. എന്തായാലും ഞാൻ മുടി വെട്ടാൻ തീരുമാനിച്ചിറങ്ങിയതല്ല. അതാണ് വെട്ടിയ. ഞാൻ എവിടെ സിമിയോണിയുടെ അവിടെ പണിക്ക് പോകണം. അവൻ കുറേ നേരം വിളിക്കണ്ടായില്ല. അവനെ ഞാൻ ഇപ്പം വിളിക്കട്ടെ. കുറേ നേരം വിളിച്ച് ശല്യപ്പെടുത്താതില്ലേ. എവിടെ കുറച്ചേരം അവനെ ശല്യപ്പെടുത്തട്ടെ. എടുക്കള്ള അവൻ കോൾ എടുക്കള്ള. Hello, friend. I cannot pick up the phone. I will call you back. അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ കോള് സൈലന്റ് ആക്കി വെച്ചു. കൊള്ളാം. സോ നമ്മൾ സിമിയോണിന്റെ അടുത്ത് പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മൾ സിമിയോണിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. എൻ്റെ വണ്ടി കൊള്ളാം. സോ സിമിയോണിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രൻസ് നോക്കട്ടെ. ഇയാൾ എവിടെയാണോ ഇവൻ്റെ വർക്ക്ഷോപ്പിൽ എൻട്രൻസ് കൊടുത്തേക്കണത്? സോ ഗൈസ് എനിക്കറിയില്ല ഇന്നത്തെ പണി എന്താന്ന്. നല്ല ഡീസൻ്റ് പണിയാണെന്ന് പ്രതീക്ഷിക്കാം. ലമാർ ഇല്ലയെന്ന് പ്രതീക്ഷിക്കാം. ലമാർ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എനിക്കറിയില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ലെറ്റ്സ് സീ. സോ നമ്മൾ വർക്കിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ മോർ പ്രൊഫഷണൽ ആയിരിക്കും. What's up, Simeon? My dear boy, Hi. so good to see you. ഓ മതി എന്നെ പൊക്കിയത് മതി. അയ്യോ വിടറാ. Man, look, we've been working together for about a few months now, right? Which is why I am very honored to announce to കാണിക്ക്. you that you are Employee of the Month. അയ്യോ മതി പൊന്നു മോനെ വേണ്ട. It wasn't easy picking a winner. മതി അയ്യോ അയാൾ പൊക്കി കൊല്ല എന്നെ. Your nephew Sacha with the Twitch. Look, man, it's been a വെറുതെ while, സോപ്പുള്ളാണ് ഗൈസ്. but I gotta move വെറുതെ forward in സോപ്പുള്ള. my life. It seems like all I do is പുള്ളിക്ക് എന്നെ കൊണ്ട് പണി എടുപ്പിക്കണം. what I do അതിനു വേണ്ടി and അയ്യോ nothing എംപ്ലോയി ഓഫ് ദ Tell you മന്ത് what, man. എന്തൊക്കെയാ ഈ Exactly തുക്കട what I want, പൊട്ട and I will വർക്ക്ഷോപ്പില്. very carefully explain to you why it ഏതാണ്ട് വലിയ ഫ്രാഞ്ചൈസി കമ്പനിയാണ് പുള്ളിയുടെ pays വിചാരം. പുള്ളിയുടെ ഒരു repossessing സംഭവം. vehicles that fools have purchased at exorbitant പുള്ളിയുടെ ലെക്ചർ ഇനി എത്ര നേരം കേൾക്കേണ്ടി വരും? tomorrow. Together. Yeah. I never had a black son. അയ്യോ വേണ്ടേ. If I did, അയ്യോ പുള്ളിയൊക്കെ എന്റെ I would തന്തയായിട്ട് be വന്ന. just like you. Knock, nigga. അയ്യോ ലമാറ് വന്നു. Hello, Lamar. അയ്യോ ഇതിന്റെയും കൂടി കേണ്ടായോ? Here has been awarded Employee of the Month. You fucking with me, right? വേണ്ട അവന് അസൂയ. Man, we both being fucked with, dog. Man, knock it off, man. For real, after all the motherfucking work I put ഒരു in. പണി അവൻ എടുക്കത്തില്ല. ഇപ്പൊ എനിക്ക് എംപ്ലോയി ഓഫ് ദ മന്ത് കിട്ടിയില്ല അവൻ അസൂയ. എന്ത് കൂട്ടുകാരനാണ് ഞാന്. Employee of the month shit, man. When there's some shit to be won, goddamn it, I want it. I don't give a fuck what it is. എന്ത് അസൂയ ഇവനാ. എന്ത് കുശുമ്പ്. I go hard doing this shit. Big dog, big nut. എന്റെ കൂടെ അടുത്ത പണിക്ക് പോണോലെ എന്റെ ഈശ്വരാ. I want to see my name at the top of that motherfucking next to it. It needs to say winner. Maybe next month. ആ Man, fuck next month, Simeon. What about today? I demand a സിമിയോനെ retry. രണ്ട് വഞ്ചിയില് കാലിനാളാ. Just a bike. Hasn't made സിമിയോനെ a വിശ്വസിക്കാൻ payment പറ്റില്ല. at all. ഇയാളുടെ അടുത്ത് Some പണി kid നിർത്തണം. was എങ്ങനെയെങ്കിലും പണി His നിർത്തണം. name is Esteban Jimenez. Is he in the gang? Curiously enough, I did not inquire when he bought the bike. We got work to do, ബെസ്റ്റ്. employee of the month. ആ വരാ അയ്യോ ഊക്കല്ലേ വരാല്ല മാറെ. He's about a yes mouse ass nigga. Let's go to Vespucci.
സോ നമുക്ക് കിട്ടിയേക്കണ വർക്ക് എന്ന് വെച്ചാൽ സിമിയോണി ഒരു പുള്ളിക്ക് ബൈക്ക് കൊടുത്തിട്ടുണ്ടായി. സോ ആ ബൈക്ക് ഒരു പയ്യനെ കൊടുത്ത. ആ പയ്യൻ എന്തോ ഗ്യാങ്ങിലോ എന്തോ ഒരു ഗ്യാങ് മെമ്പർ ആണ്. സോ ഇപ്പൊ ആ പയ്യൻ പൈസ തന്നെ ഇല്ല, മുട കാണിക്കുക. സോ ആ ബൈക്കിന്റെ പൈസ നമ്മൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് സിമിയോയുടെ വല്ല വർക്ക്ഷോപ്പിലെ കാർ കൊണ്ട് പോവാം. എന്റെ കാറിൽ പോണോ? ഈ വണ്ടിക്ക് പോവാം. കാറിനെ ലമാരുടെ കൂടെ പോണ. എന്റെ കാറിന് എനിക്ക് ആരുള്ള മുതലാക്കാം. പക്ഷെ ഗൈസ് എന്റെ ഡ്രൈവിംഗ് സ്കില്ല് ഞാൻ കാണിച്ചുതരാം. നോക്കാം ഇങ്ങനെ വണ്ടി സ്പീഡ് കൊടുക്കുക. ഈ കാർ എനിക്ക് പേടിയില്ല, സൈമന്റെ കാറാ. എന്ത് പറ്റുകയാണെങ്കിലും പുള്ളിയുടെ കാറാ. എനിക്കൊരു നഷ്ടമില്ല, കമ്പനിക്ക് നഷ്ടം. കാറ് കൊള്ളാട്ടോ. ഒന്നും കാണാൻ പറ്റില്ല. 20 G's with a 3G note? Damn, that motherfucker must be tricked out, dog. ഇത് ഭയങ്കര റിസ്ക് ആവാൻ ചാൻസ് ഉള്ള പണിയാണ്. ലമാറ് സ്കൂട്ട് ആവാണ്ടിരുന്ന മതി. കഴിഞ്ഞ പ്രാവശ്യം പോലീസ് വന്നപ്പോ സ്കൂട്ടായി പോയി. ഈ പ്രാവശ്യം സ്കൂട്ടായ ഞാൻ വടിയായി. കാരണം നമ്മളിപ്പോ ഡീൽ ചെയ്യുന്നത് ഗ്യാങ് മെമ്പേഴ്സ് ആയിട്ടാണ്. മിക്കവാറും വെടിയപ്പൊക്കെ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് എങ്ങനെയും ഗൈസ് ഈ ലമാറും സിമോന്റെ അടുത്ത് എങ്ങനെയെങ്കിലും സ്കൂട്ടാവണം. പുതിയ കമ്പനിയിലോ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്യണം ഗൈസ്. ഇങ്ങനെ ചെയ്താൽ എന്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവില്ല. എന്റെ വീടുണ്ടില്ലേ, ഒരു കാര്യമില്ല. പൊളിഞ്ഞ വീട്. കുഴപ്പമില്ല, സൈമന്റെ കാറ പുള്ളിക്ക് പോയി. ഞാനിപ്പോ എന്തായാലും ഞാൻ കുറച്ചാൾ കഴിയുമ്പോ സൈമന്റെ അടുത്ത് ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നു ഗൈസ്. സോ ഇനി കുറച്ച് ആളത്തേക്കേ ഉള്ളൂ. കാറൊക്കെ എന്റെ തോന്നി പോലെ ഓടിക്കും. സോ ഗൈസ് നമ്മുടെ ഏരിയ എത്താറായി. നമ്മൾ ഭയങ്കര വിജിലന്റ് ആയിരിക്കണം, എന്തും നടക്കാം. എടാ ലമാറെ മിണ്ടായിരിക്കും, നമ്മുടെ സ്ഥലത്താറേടാ. ലമാറെ സ്ഥലത്താറായി, മിണ്ടായിരിക്കും. ഫോക്കസ് ചെയ്. ഇത് ഏതൊരു കോളനിയാണ് ഗൈസ്. നമ്മൾ കോളനിയിൽ എത്തിയിരിക്കുകയാണ്. സോ അപ്പൊ നമ്മൾ ആ ബൈക്കല്ല, ഒരു ആ പുള്ളീനെ തപ്പാണ്. ബൈക്ക് കൊണ്ടുപോയ പുള്ളീനെ തപ്പാണ്. സോ ഇത് കോളനിയാണ് ഗൈസ്. ഓക്കെ, സോ നമ്മൾ മതിലാടാണ്. അയ്യോ സീൻ ഏരിയ സീനാണ് ഗൈസ്. ലമാറ ആവശ്യമില്ലാണ്ട് വള്ളി പിടിക്കില്ല കേട്ടോ. നമ്മളിപ്പോ ഏതൊരു കോളനിയിലാ, ആൾക്കാര് വട്ടോടും. മൊത്തം റോങ് ആണ് ഗൈസ്. എനിക്ക് മൊത്തം റോങ് ആയിട്ട് തോന്നുന്നു കേട്ടോ. ഈ ഏരിയ നല്ല റോങ് അടിക്കട്ടെ എനിക്ക്. ഈ ലമാറിനെ കൊണ്ടൊക്കെ പോണേ പുള്ളി. അയ്യോ ഞാൻ വലിയ ഗ്യാങ് ഗുണ്ടാന്ന് പറഞ്ഞ് അനാവശ്യമായിട്ടോ തോട്ടി പിടിക്കും. അതാ നടക്കാൻ പോണേ. ഈ കോളനിയിൽ പിള്ളേര് വട്ടൂടും ഗൈസ്. എന്തെങ്കിലും സീനായ നൈസായിട്ട് ആ ചെക്കനെ കണ്ടുപിടിക്കണം. അവനേത് പൈസ കാണും. ചെക്കന്റെ സ്ഥലം വീട് എവിടെയാണോ? ഓക്കെ, ഇവിടെ ഈ കോളനിയിൽ എവിടെയാണോ ആ ചെക്കന്റെ വീട്. സോ എവിടെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് നൈസായിട്ട് ആരും കാണാണ്ട് സെർച്ച് ചെയ്യാം. സോ ഈ ഗറാജ് ഒന്ന് തുറന്നു നോക്കാം. ഇതാണോ പുള്ളിയുടെ വീട്? ഇതല്ല, ഇത് നോക്കട്ടെ. ഇവിടെ ഇല്ല. പയ്യൻ എവിടെയാണോ? അതിനകത്ത് എന്തോ ഉണ്ടല്ലോ ഗൈസ്. എന്നിട്ടോ അതെ, ഐ തിങ്ക് ഇതാന്ന് തോന്നുന്നു. എന്താ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റാന്ന് തോന്നുന്നു. ആവശ്യം വരും. ഇതാണ് തോന്നുന്നു ആ പയ്യന്റെ വീട്. നോക്കട്ടെ, ഇവിടെ ഒന്നുമില്ലല്ലോ. അയ്യോ സീനായി കോളനിയിലെ പിള്ളേര് വന്നു. എടാ ലമാറ വേണ്ട. ലമാറ ലമാറ നീ എന്താ കാണിച്ചേ? നിക്ക്. പരമാവധി ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കാം ഗൈസ്.
ആ അടുത്ത ഹെഡ്ഷോട്ട്. അടുത്ത ഹെഡ്ഷോട്ട്. അടുത്ത ഹെഡ്ഷോട്ട്. അടുത്ത ഹെഡ്ഷോട്ട്. ഓ നൈസ് ഗൈസ്. Follow me. Let's get through this. ഞാൻ ആരാ? പ്രൊഫഷണൽ ആണ് ഗൈസ്, പ്രൊഫഷണൽ. Shit was clearing up. You sure picked the right people to pick a അടുത്ത ഹെഡ്ഷോട്ട്. ഒയ്യോ എല്ലാ ഹെഡ്ഷോട്ടാണ് ഗൈസ്. To the right. Up there. Shoot അത് that അത് nigga. Bust his ഹെഡ്ഷോട്ടാണ്. ass. ചത്തു ഹെഡ്ഷോട്ടായിരുന്നില്ല പക്ഷെ. Fucking bitch. Where you gonna go? ഗൈസ് ആ അടുത്ത ഹെഡ്ഷോട്ട് ഗൈസ്. Over there. They coming out that door. അടുത്ത ഹെഡ്ഷോട്ട് ഗൈസ്. Get പൊളി that പൊളി car, പൊളി. homie. Damn. Some more of them. ഓടിപ്പോണു ഗൈസ്. Light them niggas up. ഗൈസ് ഈ സീനാണ് ഗൈസ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഐ വിൽ. അടുത്ത ഹെഡ്ഷോട്ട്. ആ അടുത്ത ഹെഡ്ഷോട്ട്. Wanna get lit up. Nigga need help over here. ഗെയിമിംഗ് സിസ്റ്റം കാണിക്കല്ല ഗൈസ്. What was your daddy? എടാ ലമാറെ ഒച്ചെടുക്കാൻ നിൽക്കി. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് കണ്ടില്ലേ? don't mean you gonna kill me. നീ ഒരാളെങ്കിലും മര്യാദയ്ക്ക് കൊന്നു സഹായിക്കും. ഞാൻ എത്ര പേരെ കൊല്ലാം? ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. മനുഷ്യനല്ലേ? I gotta reload. ആ Man, you got beat with an ugly stick. ഗൈസ് അയ്യോ എന്റെ തോക്കെടുക്കാണ് ഞാൻ ചെയ്യണം. അത് അതിന് ആ കൊന്നു. ഹെഡ്ഷോട്ട് ഗൈസ്. ഇന്ന് എന്തോ ഒരു ഹെഡ്ഷോട്ട് എടുത്തെന്ന് എനിക്കറിയില്ല. Get murked, fool. Get back in here. വിഷയം. Breathing, homie? അതൊക്കെ വന്ന് Shit, we gotta get the fuck away from this shit. ആ ഓട്. You came in for a bite. And that motherfucker So, guys, right there. Hey, this is, nigga, guys, come here. bike. Pink slip. Let's get him. ഗൈസ് ആ പയ്യൻ ബൈക്ക് കൊണ്ട് പോയുണ്ട്. നമുക്ക് ആ പയ്യനെ ചേസ് ചെയ്യണം. ആ മോറടിച്ച്. സോ കോളനിയിൽ എല്ലാരും നമ്മൾ തീർത്തുണ്ട് ഗൈസ്. എല്ലാരും നമ്മൾ തീർത്തുണ്ട്. ലമാർ ഞാനും ചേർത്ത് തീർത്തുണ്ട്. അനാവശ്യമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. എന്നാ പോലെ ലമാർ കൂടെ നിന്നു ഈ പ്രാവശ്യം. അത് പറയാണ്ടിരിക്കാൻ വയ്യ. You was there too. ലമാർ കൂടെ നിന്നു. I'm wrong, but you shot എടാ ലമാർ നിൽക്കുന്നുണ്ടായിരുന്നേ. നമുക്ക് ആ വണ്ടി ഒന്ന് ചേസ് ചെയ്യട്ടാ. ഇതെന്തായാലും സിമിയോണിന്റെ വണ്ടി. എനിക്കൊരു പുല്ല ഇതിനെന്തെങ്കിലും പറ്റിയ. ഞാൻ തോന്നി പോലെ ഓടിക്കാൻ പോകും. എന്നാലും പരമാവധി ഡ്രൈവിംഗ് സ്കില്ല് കാണിക്കാൻ നോക്കാം ഗൈസ്. Monster fucking bike you riding, stupid. അടി ആ ബൈക്കർ എവിടം വരെ പോയി? അവൻ ബൈക്ക് കൊണ്ട് ഒറ്റ പോക്കാണോ പോയ? Motherfuckers getting away from us. പോവാൻ നിക്കല മാറേ. പോവാണ്. Oh shit, Professor, you're right. പോവാണ്. എടാ പോവാണ് സ്ഥലത്തേക്ക്. സിമിയോണിന്റെ വണ്ടിയാ. പേടിക്കണ്ട. ഈ വണ്ടി ഇവിടെ This punk get നശിക്കട്ടെ. away, we going. അയ്യോ This punk get away, we going down, homie. He gonna pin us ഈ for all. ലമാറ് മിണ്ടായിരിക്കടാ. നിക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിക്കാ. That shit movie body count, motherfucker. Don't play the blame game. Just get on this shit. പോണു. ഈ വെടിയപ്പ് ഈ ഗൺ ഫൈറ്റ് ഉണ്ടായത് ലമാറ് അനാവശ്യമായിട്ട് വെടിവെച്ച് തന്ന. ആ കോളനിയിലെ മൊത്തം പിള്ളേരെ പക്ഷെ നമ്മൾ തീർത്തുവിട്ട ഗൈസ്. ഞാനും ലമാറും കൂടി. ലമാറല്ല ഞാനാണ് ഒരു 80% ആൾക്കാരെ കൊന്നത് ഞാനാ. ലമാറ് കൂടി പോയി 2 പേരെ കൊന്നുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ആ കോളനിയിലെ മൊത്തം പിള്ളേരെ തീർത്തു. What we came for. That's the bike we came for. ആ പയ്യൻ എന്നാ പോക്ക പോണ. എടാ നിക്കടാ. 11 minutes later. നിക്കടാ അവിടെ. That's the bike we came for. അയ്യോ ഇവനെ നിർത്താറുണ്ടല്ലോ. Shoot that motherfucker. ഗെയിമിംഗ് സിസ്റ്റം കാണിക്കണല്ലോ. We want your bike, bitch. എന്റെ അമ്മ ഇത് ഇവനെ പിടിക്കാൻ പാടാ. ഓ നൈസ് ഷോട്ട് ഗൈസ്. Gotta lay low. Get the bike പൊളി. and at the car wash. വിഷയം ഷോട്ട്. പക്ഷെ എന്റെ കമ്പ്യൂട്ടറിൽ എയിമിംഗ് സിസ്റ്റം കാണിക്കണ്ടായില്ല. വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് കാണിക്കില്ല. എന്താ എനിക്ക് അറിയില്ല. സോ ഗൈസ് നമുക്ക് പൈസ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഈ ബൈക്ക് കൊണ്ട് തിരിച്ചു പോവാം. ഇനി ആരാ പറയുന്നത് വരാം? നീ എന്താ വിചാരിച്ചു? കോളനിയിൽ നിന്നാ നിന്നെ പൊക്കാൻ പറ്റില്ലാന്ന്. നിന്നെ കോളനി എന്നല്ല നിന്റെ ഡയലോഗ് അടിക്കാൻ പോലും സമ്മതിക്കില്ല ടാക്സിക്കാരൻ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. സോ നമുക്ക് സിമിയോയുടെ പൈസ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വണ്ടി കിട്ടിയിട്ടുണ്ട്. സോ ഈ വണ്ടിയായിട്ട് നമുക്ക് തിരിച്ചു പോവാം. സോ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്ന് കുറച്ച് മെനക്കെട്ട പണിയായിരുന്നു. ഒരു ഗ്യാങ് വാർ എന്നൊക്കെ പറയാ. കോളനി പോയി എൻ്റെ അമ്മേ. അതിനായിട്ടുള്ള സ്കെച്ച് വരുമെന്നൊക്കെ എനിക്കറിയത്തില്ല. ദൈവത്തിന് അറിയാം. പിന്നെ ഇങ്ങനെയൊക്കെയാ എൻ്റെ ലൈഫ്. അറിയോ? ഇത്രയും റിസ്ക് ഞാൻ എടുക്കണ്ട. എന്നിട്ട് പോലും എനിക്ക് മെച്ചമുണ്ടോ?
ടെൻഷൻ കാരണേ. ഞാൻ പണ്ട് റേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്, റേസിംഗ് ഒക്കെ ചെയ്ത് നടന്ന ആളാ, സ്ട്രീറ്റ് റേസിംഗ് ഒക്കെ. പക്ഷെ ഇപ്പൊ പണ്ടത്തെ ആ ടച്ച് പോയി. ഈ ഗുണ്ടാ ജീവിതം കാരണം നമുക്ക് ആ പണ്ടത്തെ ആ ടച്ചൊക്കെ പോയി. കുത്തഴിഞ്ഞ ജീവിതം ഗൈസ്. എന്തായാലും സിമിയോണിയും ലമാറിന്റെ അടുത്തുനിന്ന് മാറണം. എവിടെയെങ്കിലും വേറെ പുതിയ ജോലി കണ്ടുപിടിക്കണം. എനിക്ക് ജീവിതത്തിൽ മെച്ചമില്ല. ഒരു പേട്ട വീട്ടിൽ ഞാൻ ഇപ്പോഴും താമസിക്കണം. എന്നും ഞാൻ ഓരോ വർക്ക് എടുക്കുമ്പോഴും എൻ്റെ ലൈഫിൻ്റെ റിസ്ക്കിലാണ് ഞാൻ വർക്ക് എടുക്കുന്നത്, അതറിയോ? എന്നിട്ട് എനിക്ക് മെച്ചമുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് സിമിയോണിൻ്റെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും റിസൈൻ ഉണ്ടോ? പുള്ളി സമ്മതിക്കില്ല. പുള്ളി എല്ലാം നോക്കണ്ട എന്നെ നൈസായിട്ട് അവിടെ പിടിച്ചെടുത്താം. പക്ഷെ എനിക്ക് വയ്യ. പുള്ളി ഇന്ന് തന്നെ കുറെ സോപ്പിട്ട് കണ്ടില്ലേ, ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്തോ ഇയറോ അവാർഡ്. അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു തുക്കട കടയിലെ ബെസ്റ്റ് എംപ്ലോയി പോലും. ഓ എനിക്കിപ്പം നൈസായിട്ട് കൺട്രോൾ കിട്ടുന്നുണ്ട് ഗൈസ് വണ്ടി ഓടിക്കാൻ. ഞാൻ ഒന്ന് സ്കില്ല് നോക്കട്ടെ. സോ ഈ ബൈക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വീട്ടിൽ പോകുന്നു, ഒന്ന് ഉറങ്ങുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. പോകുന്നു നമ്മൾ, പോകുന്നു. ബൈക്ക് തിരിച്ച് കൊടുക്കാൻ നമ്മൾ പോകുന്നു. ഗൈസ് എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലുണ്ടോ? ഇത് ഇടയ്ക്കൊക്കെ ഇപ്പോൾ വരുള്ളൂ. പണ്ടത്തെ ആ ടച്ച് അങ്ങ് പോയി. ബട്ട് ചാരമല്ല ഗൈസ്, കത്തും. എൻ്റെ സ്കിൽസ് ഒക്കെ കത്തും. ടൈം ആവുമ്പോൾ കത്തും. ഞാൻ എപ്പൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ക്യാമറയെ നോക്കണ്ടോ അപ്പൊക്കെ എൻ്റെ ഫോക്കസ് സെറ്റുണ്ട്. അതാണ് സംഭവം. ഇത്രയും നേരം ഒരു സീനില്ലാണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന ഞാനാ. കുഴപ്പമില്ല ഗൈസ്, നിങ്ങളെ കണ്ടില്ലാന്ന് ഞാൻ നടിക്കാൻ പോവാണ്. ഞാൻ ഒന്നുകൂടി ഓടിക്കാൻ ട്രൈ ചെയ്യാണ്. ഇതെന്ത് എന്റെ BP കൂട്ടും. ഞാൻ സമ്മതിച്ചു ഗൈസ്, എനിക്ക് ഡ്രൈവിംഗ് സ്കിൽ ഇല്ല. ഞാൻ തള്ളിയതാ. എനിക്ക് ഡ്രൈവിംഗ് സ്കിൽ തീരെ ഇല്ല. അയ്യോ, ഞാൻ ഒരു പാവം കുണ്ടിയാണ്. എനിക്ക് ഡ്രൈവിംഗ് സ്കിൽ ഇല്ല. ഞാൻ അത് അഡ്മിറ്റ് ചെയ്യാണ്, ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യാം. എനിക്ക് ഡ്രൈവിംഗ് സ്കിൽ ഇല്ല. പക്ഷെ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. സോറി ഗൈസ്. ഞാൻ പക്ഷെ ഇനി വന്ന വീഡിയോയിൽ ഷുവറായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. സോ ഗൈസ്, ഇന്നത്തെ വർക്ക് തീരാൻ പോകുന്നത് മാപ്പിൽ നോക്കിയാൽ അറിയാം, സ്ഥലം എത്താറായി. ഈ ബൈക്ക് തിരിച്ചേൽപ്പിക്കുന്നു ആൻഡ് യുനോ വീട്ടിൽ പോകുന്നു, സമാധാനമായിട്ട് കിടക്കുന്നു. അയ്യോ നല്ല ക്ഷീണമുണ്ട്. ദേഹമൊക്കെ യുനോ വേദന. വണ്ടി തിരിച്ച് കൊടുക്കട്ടെ. So Lamare, Man, I can't hang with your ass for a while, bro. yeah, You a psychopath. അതാണ് നീ സൈക്കോടാ. Nigga, that's that Apache blood in me, homie. You ain't lucky. പക്ഷെ അവൻ Flying എന്താ പറയാ, ഇന്ന് സത്യസന്ധനായിരുന്നു കേട്ടാ. ഇത്രയും സീനായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് സ്കൂട്ടായില്ല. Cheap asshole. Nigga, and we ain't going to neither, nigga. I'm gonna keep this motherfucker for myself. ഒരു വലിയ സിറ്റുവേഷൻ വന്നാൽ അമാർ കൂടെ കൂട്ടാ. കാര്യം അന്ന് പോലീസ് വന്നപ്പോ അവൻ സ്കൂട്ടായി. പക്ഷെ എന്നാ പോലെ ആ ഒരു സംഭവം പോലീസിന് അവനെ പേടിയാ. അവനെ കുനിച്ചിരുന്ന് മറ്റേ തേക്കടിക്കും പോലീസ്. അത് കാരണം അന്ന് അവൻ ഓടിയ. പക്ഷെ ഇത് റെസ്പെക്ട് ഉണ്ട് ലമാറിൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. സോ നമുക്ക് ബൈക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. പൈസ പറ്റിയില്ല. അതിനു മുമ്പ് നമ്മൾ തട്ടിക്കളഞ്ഞു അവനെ മാത്രമല്ല, അവനെ കോളനിയിൽ എല്ലാവരും തട്ടിക്കളഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടില്ല ഗൈസ്, പൊട്ട ഹെയർ സ്റ്റൈൽ.